ജസ്റ്റിസ് ഫോറം പാവർട്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ട്രസ്റ്റാണ്. ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രസ്റ്റാണ്. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒക്കെ അവർക്ക് വേണ്ടിയുള്ള നിയമസഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ്, ആർട്സ്, അങ്ങനെ എല്ലാ മേഖലകളിലും ഇടപെടാറുണ്ട്. അതിനോടൊപ്പം ഈ ജസ്റ്റിസ് ഫോറത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന കല്യാണി ചെസ് അക്കാദമിയുടെ സ്ഥാപകനായ ശ്രീ MM ബാബു ജസ്റ്റിസ് ഫോറം കൂടി ചേർന്നിട്ടാണ് ഈ ചെസ് അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് നടത്തുന്നത്. അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പത്രസമ്മേളനം വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടി കാര്യമായി എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റി സുരേഷ് സംസാരിക്കുന്നതാണ്. പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഒന്ന് PA ഹസൻ, ജസ്റ്റിസ് ഫോറത്തിൻ്റെ ചെയർമാൻ, പിന്നെ മാനേജിംഗ് ട്രസ്റ്റി PT സുരേഷ് ബാബു, വർക്കിംഗ് ചെയർമാൻ PV കുഞ്ഞുമൈദു, കല്യാണി ചെസ് അക്കാദമിയിലെ സ്ഥാപകൻ MM ബാബു, ഞങ്ങളുടെ തന്നെ വൈസ് ചെയർമാൻ ഡോക്ടർ ജോഷി ഫ്രാൻസിസ് എന്നിവരാണ്. സുരേഷ് ബാബു. സുഹൃത്തുക്കൾക്കും നമസ്കാരം. ജസ്റ്റിസ് ഫോറം ഒരു വലിയ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം. ആ മയക്കുമരുന്നിനെതിരെ ചെസ് ആണ് പ്രതിരോധം, സ്പോർട്സ് ആണ് ലഹരി എന്ന ആ ടൈറ്റിൽ ലൈനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് സെപ്റ്റംബർ 13, അടുത്ത മാസം 13-ാം തീയതി ആണ് ഈ പരിപാടി. പാവർട്ടിയിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ ഈ പ്രസ് റിലീസിലുണ്ട്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചെസ് ടൂർണമെൻറ്റിലേക്ക് ജസ്റ്റിസ് ഫോറം ഒരു രജിസ്ട്രേഡ്, ചെയർമാൻ സൂചിപ്പിച്ച പോലെ ഒരു രജിസ്ട്രേഡ് സംഘടനയാണ്, ട്രസ്റ്റാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വർഷങ്ങളായിട്ട് പാവർട്ടിയും മറ്റ് പ്രദേശങ്ങളുമായിട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. റോഡ് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ, മറ്റ് കാര്യങ്ങളിലൊക്കെ സക്രിയമായ ഇടപെടൽ നടത്തുന്ന ഒരു സംഘടനയാണ് ജസ്റ്റിസ് ഫോറം. ഇപ്പോൾ ഈ ടൂർണമെൻറ്റിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ ലീഗൽ അഡ്വൈസർ കൂടിയായിട്ടുള്ള ശ്രീ ജോഷി ഫ്രാൻസിസ് ആണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ടൂർണമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്നതായിരിക്കും. അതിനുശേഷം കല്യാണി ചെസ് അക്കാദമിയുടെ സ്ഥാപകൻ MM ബാബു സംസാരിച്ചു. കൂടുതലായിട്ട് അധികമൊന്നും പറയാനില്ല. കാരണം ഇപ്പം നമുക്കറിയാം, സ്പോർട്സ് ആണ് ലഹരി. നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ നമ്മൾ സ്പോർട്സ് ആണ് ലഹരി എന്നുള്ള ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ് കേരള ജനത. അതിനോടുകൂടി കൂടിച്ചേർന്നുകൊണ്ട് നമ്മുടെ യുവജനങ്ങളെ ഈ സ്പോർട്സിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജസ്റ്റിസ് ഫോറം ഇങ്ങനെയൊരു മത്സരം നടത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ക്ലാസ്സുകൾ, സെമിനാറുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബോധവൽക്കരണ ഇതുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സിലൂടെയും ഇങ്ങനെ ഒരു ലഹരിക്കെതിരെ ഒരു പോരാട്ടം എന്നുള്ളൊരു ക്യാപ്ഷനോട് കൂടിയിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും വേണം. മാക്സിമം പാർട്ടിസിപ്പേഷൻ ഞങ്ങൾക്ക് നിങ്ങൾ തരണം, പ്രൊമോട്ട് ചെയ്യണം. താങ്ക് യു. ഉദ്ഘാടനം മന്ത്രി. മയക്കുമരുന്നിനെതിരെ ചെസ്സാണ് പ്രതിരോധം, സ്പോർട്സാണ് ലഹരി എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കല്യാണി ചെസ് അക്കാദമിയും ജസ്റ്റിസ് ഫോറവും സഹകരിച്ചുകൊണ്ട് ഈ ചെസ് മത്സരം നടത്തുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ചെസ് മത്സരങ്ങളിൽ ഒന്നായി മാറാൻ പോകുന്ന ചെസ് മത്സരമാണിത്. 136 പേർക്ക് ക്യാഷ് പ്രൈസ് തന്നെ കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാം സമ്മാനം കിട്ടുന്ന ആൾക്ക് 15,001 രൂപയാണ് കൊടുക്കുന്നത്. പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും
പ്രായഭേദമന്യേ സർട്ടിഫിക്കറ്റും മെഡലും കൊടുക്കുന്നു. 260 പേർക്ക് ട്രോഫികൾ കൊടുക്കുന്നു. മയക്കുമരുന്നിന്റെ ചെസ്സാണ് പ്രതിരോധ സ്പോർട്സ് എന്ന ലഹരി എന്ന ക്യാപ്ഷൻ നമുക്ക് ഇങ്ങനെ ആലോചിക്കാൻ കാരണം തന്നെ ആയിരക്കണക്കിന് കുട്ടികളെ പതിറ്റാണ്ടുകളായിട്ട് ചെസ് പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചെസ് പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടി പോലും പുകവലിക്കുന്ന കണ്ടിട്ടില്ല, മദ്യം ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല. മാത്രമല്ല അവരെ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് IIT പോലുള്ള മേഖലകളിൽ പോലും വലിയ പ്രവേശനം നേടി കാണുന്നുണ്ട്. അപ്പം ഒരു വ്യക്തിത്വ വികസനത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള പ്രതിരോധത്തിന് ഏറ്റവും നല്ല ഒരു ഉപാധിയായിട്ടാണ് ചെസ് മത്സരത്തെ കാണുന്നത്. ചെസ് മത്സരവും മയക്കുമരുന്നും തമ്മിൽ എങ്ങനെ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ് കളിക്കുന്ന കുട്ടികൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന കഴിഞ്ഞ് കൂടുതലായിട്ടുള്ള ചിന്തകളുടെ വ്യാപ്തി കൂടും. അവർ പെട്ടെന്ന് തീരുമാനം എടുക്കും, തെറ്റും ശരിയാണ് തിരിച്ചറിയാൻ പറ്റും. അപ്പം കൂടുതലായിട്ട് ചിന്തിക്കുകയും തെറ്റും ശരിയും തിരിച്ചറിയുകയും ചെയ്യുന്നവർക്ക് ഈ കുട്ടികൾ ആരും തന്നെ ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്നോ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഒരു വ്യക്തിത്വ വികസനം നേടിയ കുട്ടികളും കൂടി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഈ പ്രോഗ്രാം ജസ്റ്റിസ് ഫോറത്തിൻ്റെ ഈ പ്രോഗ്രാം കല്യാണി അക്കാദമി സഹകരിച്ചുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങിയിട്ടില്ല. മന്ത്രിമാരടക്കമുള്ള ആളുകളെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സമ്മാനദാനത്തിനും സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. സമീപകാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ചെസ് മത്സരങ്ങളൊന്നായി മാറും ഈ ടൂർണമെൻറ്റ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു സഹായം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മേഖലയിലേക്കും എത്തിക്കൊടുക്കും. അതോടൊപ്പം തന്നെ പത്രത്തിൽ കൊടുക്കുമ്പോൾ ആളുകൾക്ക് എങ്ങനെയാണ് ഇത് കോണ്ടാക്ട് ചെയ്യണമെന്ന് ഇത് അവർക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ നമ്പർ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പറോടെ കൊടുക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഈ ടൂർണമെൻറ്റ് നിങ്ങളെല്ലാവരും അതിൽ വന്നിട്ട് ഭാഗമാക്കാകണം എന്നും കൂടി നമുക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. അതെ അതെ, എൻ്റെ നമ്പറാണ്. ആ നമ്പറോട് കൊടുത്താലാണ് ആളുകൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. ഇതൊരു ലിങ്കിൽ കൂടിയാണ് ഇതിൻ്റെ പ്രവേശനം ഉണ്ടാകുക. ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷനാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഇതൊക്കെ തലേദിവസമൊക്കെ ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ ചെസ് മത്സരമാണ്. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് ഈ മെസ്സേജ് എത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു ലേഖന മത്സരം കുട്ടികളുടെ ഇടയിൽ നടത്തുന്നുണ്ട്. ചെസ് മയക്കുമരുന്നിനെതിരെ ചെസ്സാണ് പ്രതിരോധ സ്പോർട്സാണ് ലഹരി എന്ന് പറഞ്ഞ ലേഖന മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ എല്ലാ മേഖലയിലേക്കും ജസ്റ്റിസ് ഫോറായിട്ട് സഹകരിച്ചുണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കേരളത്തിലെ എല്ലാ കോളേജ് സ്കൂൾ തലങ്ങളിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവിടെ വെച്ചിട്ട് മറുപടി കൊടുക്കുന്നതാണ്. ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ചെസ്സായിട്ട് ബന്ധപ്പെട്ട് ഏത് കാര്യമാണ് നമുക്ക് ചോദിക്കാം. രജിസ്ട്രേഷൻ തുടങ്ങി, ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങി. എന്തോ അതൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ആ എൻട്രി തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാവും. ഒരു രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സമീപ സമയത്ത് ചെസ്സിൽ വലിയ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വേൾഡ് നമ്മൾ ഓൺലൈൻ ചെസ് ഉണ്ട്. ഓൺലൈൻ ചെസ്സിൻ്റെ ഇതായിട്ട് ലോക ഓൺലൈൻ ചെസ് ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ നമ്മുടെ ഒരു മലയാളിയാണ് എത്തിയത്. ഏകദേശം 1 കോടി രൂപയുടെ അടുത്താണ് അദ്ദേഹത്തിന് സമ്മാനം കിട്ടിയിട്ടുള്ളത്. നമ്മുടെ നിഹാൽ സരീൻ എന്ന് പറഞ്ഞ പ്രതിഭ, അദ്ദേഹം നിഹാൽ സരീൻ, അദ്ദേഹത്തിന് 76 യൂറോയുടെ അടുത്താണ് കിട്ടിയത്. അപ്പം അത് ആദ്യമായിട്ടാണ് ആദ്യത്തെ 8ാം സ്ഥാനത്തിന് വരുന്നത്. ഞാൻ കേരളത്തിൽ 2 നാഷണൽ ചെസ് മത്സരങ്ങൾ നടത്തിയിട്ടുള്ള ഏക വ്യക്തിയാണ്. ഈ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ആളുകളടക്കം തൃശ്ശൂർ വന്നിട്ട് ചെസ് കളിച്ചിട്ടുണ്ട് 2015 മുമ്പായിട്ട്. അത് 2 ദേശീയ ചാമ്പ്യൻഷിപ്പ് നടത്തിയിട്ടുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെസ് മത്സരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. 25 വർഷത്തിൽ പരമായിട്ട് സൗജന്യമായിട്ടാണ് ചെസ് മത്സരം ചെസ് പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അക്കാദമി 2 കൊല്ലമായിട്ട് അക്കാദമി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. പറയുന്നുണ്ട് ആ ലിങ്കിൽ നമ്മൾ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ അതിൻ്റെ അകത്തേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുണ്ട്. അത് തലേ ദിവസം വൈകുന്നേരമാണ് അതിൻ്റെ അകത്തേക്ക് കട്ട് ഓഫ് ഡേറ്റ് വെച്ചേക്കുന്നത്. എല്ലാവർക്കും അറിയാം. എല്ലാം നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അടുത്തേക്ക് മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗ്രൂപ്പ് അന്തരാക്കിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്തേക്ക് തലേ ദിവസം വൈകുന്നേരം ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ല, രജിസ്ട്രേഷൻ ഫ്രീ അല്ല. കാരണം 1,50,000 ഇത് 4-5 ലക്ഷം രൂപ ചെലവ് വരുന്ന
ടൂർണമെൻ്റ് ആണ്. രജിസ്ട്രേഷൻ സ്പോർട്സ് മേഖലയിൽ ഒന്നും ഇങ്ങനെ ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ട് ഒരു ടൂർണമെൻറ്റും ചെസ് മാത്രമല്ല ഒന്നും നടത്താൻ പറ്റില്ല. അത്രത്തോളം സാമ്പത്തിക ബാധ്യത വരും. ഇതന്നെ ഒരു 3-4 ലക്ഷം രൂപ ചിലവ് വരും. കാരണം 1,50,000 രൂപയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത്. 260 പേർക്കാണ് നമ്മൾ ട്രോഫി തന്നെ കൊടുക്കുന്നത്. പിന്നെ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും 500-600 പേരുണ്ട്, അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, മെഡൽ കൊടുക്കുന്നു. ഭാരിച്ച ഒരു ചിലവ് വരുന്ന ഒരു ടൂർണമെൻ്റാണ്. അപ്പം ഫുഡ് ഉണ്ട്. അതിന് ഫുഡിന് അത് സ്പെഷ്യലാണ്, നമ്മളല്ല കൊടുക്കുന്നത്. അത് അവർ 70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലിങ്കിൽ പറയുന്നുണ്ട്. അപ്പം ഇത്രത്തോളം വലിയൊരു മത്സരമാണ് നടത്തുന്നത്. അതെ, ട്രസ്റ്റ് എല്ലാവിധ പിന്തുണയും അവരെല്ലാം. ട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ അവിടെ ആ മേഖലയിൽ ഉള്ള വളരെയധികം ആളുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ്. എല്ലാ വലിയ രീതിയിലാണ് അവർ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവർത്തനത്തിന്റെ ആകർഷണമായിക്കൊണ്ടാണ് കല്യാണി ചെസ് അക്കാദമി ജസ്റ്റിസ് ഫോറം ആയിട്ട് സഹകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തയ്യാറുള്ളത്. അത്രത്തോളം അവർ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചെസ്സായിട്ട് സംബന്ധിക്കുന്ന ഏത് കാര്യങ്ങളും ഈ പറയുന്ന സെപ്റ്റംബർ 13 നമ്മൾ നടക്കുന്നു. സെപ്റ്റംബർ 16 തൊട്ടിട്ട് ലോക ചെസ് ഒളിമ്പ്യാഡ് നടക്കുകയാണ്. ചെസ് ഒളിമ്പ്യാഡ് നടക്കുമ്പോൾ നമ്മുടെ ഒരു മലയാളി അതിൻ്റെ അകത്തൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് പറയുന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് മലയാളിയായിട്ടുള്ള നിഹാൽ സെൻ പങ്കെടുക്കുന്നത് സെപ്റ്റംബർ 16 തൊട്ടിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെയൊക്കെ ചെസ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് കാര്യത്തിൽ എന്ത് വേണമെന്ന് എനിക്ക് ചോദിക്കുന്നതാണ്. ഇതായിട്ട് ചെസ് മാത്രമല്ല ഇതേപറ്റി എന്ത് വേണമെന്ന് ചോദിക്കുന്നതാണ്. ഈ സ്പോർട്സിനെ വളരെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ജസ്റ്റിസ് ഫോറത്തിലുള്ള അംഗങ്ങളും എല്ലാവരും സ്പോർട്സിന്റെ മാസ്റ്റേഴ്സിന്റെ വേൾഡ് ചാമ്പ്യനാണ് ആം റെസ്ലിംഗിൽ ഡോക്ടർ ജോഷി ഫ്രാൻസിസ്. ഇദ്ദേഹം MM ബാബു 12 വർഷം ചെസ് അസോസിയേഷന്റെ ഭാരവാഹിയായിരുന്നു. അതുപോലെ തന്നെ ദേശീയ ചെസ് മത്സരം 2 ഇവിടെ നടത്തിയിട്ടുള്ളതാണ് തൃശ്ശൂരാണ്. പിന്നെ ഞാൻ സൈക്കിൾ പോളോ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള സ്പോർട്സ് കൗൺസിലിലെ എക്സിക്യൂട്ടീവ് മെമ്പറുമാണ്. അപ്പോൾ സ്പോർട്സ് ഈ ലഹരിക്കെതിരെ സ്പോർട്സാണ് വേണ്ടത്. ആകുമ്പോഴാണ് ശരിക്കും കുറെ കൂടെ ചെയ്യുന്നൊക്കെ വിട്ടുപോരുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളെ മറ്റുള്ള കോൺവെന്റുകളിലൊക്കെ ലഹരിക്കെതിരെ ക്ലാസ് എടുക്കാറുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇതിനു മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്. 8 വർഷത്തോളമായി ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജസ്റ്റിസ് ഫോർ. ചെസ്സുമായി എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ബാബു തയ്യാറാണ്. അത് മുഴുവൻ പറഞ്ഞത് എല്ലാ സഹായ സഹകരണങ്ങളും വേണം. ഇത് എല്ലാ ജനങ്ങളിലും